ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗീതാമാതാവിനെ വന്ദിച്ചിട്ട് വേണം നമ്മൾ പാരായണം ചെയ്യാനായിട്ട് തുടങ്ങാൻ. അപ്പം നമുക്ക് വന്ദന ശ്ലോകങ്ങൾ ഇന്ന് നോക്കാം. വന്ദന ശ്ലോകം: പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനോട് ഉപദേശിച്ചതും പൗരാണിക മുനിയുമായ വേദവ്യാസൻ മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ കോർത്തതും അദ്വൈതമാകുന്ന അമൃതം വർഷിക്കുന്നതും 18 അധ്യായങ്ങളോട് കൂടിയതും ഭഗവതിയുമായ ഭഗവദ്ഗീതേ, അമ്മേ, സംസാരനാശിനിയായ അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീ അംബ ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ ഫുല്ലാര വിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച് ജ്ഞാനമയമായ ദീപം ജ്വലിപ്പിച്ച് ലോകത്തിന് വെളിച്ചം പകർന്നവനും വിടർന്ന താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലുള്ള കണ്ണുകൾ ഉള്ളവനും വിശാല ബുദ്ധിയുമായ വേദവ്യാസ മഹർഷിക്ക് എൻ്റെ നമസ്കാരം. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ ഫുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃത ദുഹേ നമ. ശരണാർത്ഥികളുടെ അഭിലാഷങ്ങളെയും നിറവേറ്റുന്നവനും ചമ്മട്ടിയും കോലുവും കയ്യിലേന്തിയവനും ജ്ഞാനമുദ്ര പിടിച്ചവനും ഗീതാമൃതം കറന്നവനുമായ ഭഗവാനെ കൃഷ്ണ, നിനക്ക് എൻ്റെ നമസ്കാരം. പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളും കറവക്കാരൻ ഭഗവാനും പശുക്കിടാവ് അർജുനനും പാല് ഗീതാമൃതവും അത് ഭുജിക്കുന്നവർ ബുദ്ധിമാന്മാരുമാകുന്നു. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവ സുതം ദേവം കംസ ചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും
ജഗദ്ഗുരും വസുദേവന്റെ പുത്രനും കംസചാണൂരന്മാരെ വധിച്ചവനും ദേവികയ്ക്ക് പരമാനന്ദം നൽകുന്നവനും ജഗദ്ഗുരുവായ ഭഗവാൻ കൃഷ്ണ ഞാൻ ഇതാ വന്ദിക്കുന്നു. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമവികർണഘോരമകര ദുര്യോധനാവർത്തിനി സോതീർണാ ഖലു പാണ്ഡവൈ രണനദി കൈവർത്തക കേശവ. ഭീഷ്മര് ദ്രോണര് എന്ന രണ്ടു കരകളും ജയദ്രഥനാകുന്ന ജലവും ഗാന്ധാരൻ എന്ന കറുത്ത പാറയും ശല്യൻ എന്ന മുതലയും കൃപനെന്ന ഒഴുക്കും കർണൻ എന്ന വേലിയേറ്റവും അശ്വത്ഥമാവ് വികർണൻ എന്നീ ഭയങ്കര സ്രാവുകളും ദുര്യോധനൻ എന്ന ചുഴിയും കൊണ്ടിറങ്ങാൻ വയ്യാത്ത പടക്കളമാകുന്ന പെരുമ്പഴ കടത്തുകാരനായ ഭഗവാന്റെ കനിവ് മാത്രം കൊണ്ട് ആ പാണ്ഡവന്മാർ കടന്നു കരപറ്റി. ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമവികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോതീർണാ ഖലു പാണ്ഡവൈ രണനദി കൈവർത്തക കേശവ. പാരാശര്യ വച സരോജമമലം ഗീതാർത്ഥ ഗന്ധോത്കടം നാനാഖ്യാനക കേസരം ഹരികഥ സംബോധന ബോധിതം. ലോകേ സജ്ജന ഷഡ്പദേ രഹരഹ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. പരാശര മഹർഷിയുടെ പുത്രനായ വ്യാസന്റെ വാക്കുകളാകുന്ന നിർമ്മലമായ സരസിലുണ്ടായതും ഗീതയുടെ പൊരുളാകുന്ന സുഗന്ധം പരത്തുന്നതും പല വിധത്തിലുള്ള ആഖ്യാനങ്ങളാകുന്ന അല്ലികളുള്ളതും ശ്രീകൃഷ്ണന്റെ കഥകളെ നന്നായി ബോധിപ്പിച്ച് വിടർന്നു നിൽക്കുന്നതും ലോകത്തിലെ എല്ലാ സജ്ജനങ്ങളുമാകുന്ന വണ്ടുകൾ ദിവസം വന്ന് തേൻ കുടിക്കുന്നതും മഹാഭാരതമാകുന്ന താമരപ്പൂവ് നമ്മുടെ കലിയെ അകറ്റുന്നതാകട്ടെ എന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നു. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനക കേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദേരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. മൂകൻ വാഗ്മീയമാകുന്നതും മുടന്തൻ മല കയറുന്നതും ആരുടെ കൃപയാലാണോ? പരമാനന്ദ സ്വരൂപനായ ആ മാധവനെ ഞാൻ വന്ദിക്കുന്നു. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈ സ്തവേ വേദേ സാംഗപദക്രമോപനിഷദേർഗായന്തി യം സാമക ധ്യാന വസ്തിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദു സുരഗണ ദേവായ തസ്മൈ നമഃ. യാതൊരു ദേവനെയാണോ ബ്രഹ്മാവ്, വരുണൻ, രുദ്രൻ, വായു എന്നിവർ
ദിവ്യങ്ങളായ സ്തവങ്ങളാൽ സ്തുതിക്കുന്നത്. സാമഗാനം ചെയ്യുന്നവർ ആരെക്കുറിച്ചാണോ വേദോപനിഷത്തുക്കളുടെ പദക്രമ പാഠങ്ങളാൽ പാടുന്നത്? ധ്യാനത്തിൽ തൽക്കഥമനസ്കരായ യോഗികൾ ആരെയാണ് ദർശിക്കുന്നത്? ആരുടെ മഹത്വമാണോ ദേവന്മാരെയും അസുരന്മാരെയും അറിയാത്തത്? ആ ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സുന്വന്തി ദിവ്യേസ്തവേ വേദേ സാംഗപദക്രമോപനിഷദേർഗായന്തി യം സാമകാ ധ്യാനാവസ്ഥിതഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഇതാണ് വന്ദന ശ്ലോകങ്ങൾ നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എനിക്കത്ര അറിവൊന്നുമില്ല, എന്നാലും എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഹരേ കൃഷ്ണ.